2.5 മാസം മുൻപാണ് നാദിർഷയുടെ മൊബൈൽ ഫോണിലേക്ക് വിഷ്ണു എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ആളുടെ വിളിയെത്തിയത്. താൻ കാക്കനാട് ജില്ലാ ജയിലിൽ പൾസർ സുനിയുടെ സഹതടവുകാരനാണെന്നാണ് ഇയാൾ പറഞ്ഞത്. ദിലീപിന്റെ സഹോദരനെയും മാനേജരെയും വിളിച്ചെങ്കിലും കിട്ടാത്തതിനാൽ അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തെന്ന നിലയിലാണ് നാദിർഷയെ വിളിച്ചത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചന നടത്തിയവരിൽ ദിലീപിന്റെ പേര് പറയാതിരിക്കണമെങ്കിൽ 1.5 കോടി രൂപ വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. പൾസർ സുനിയുടെ അറിവോടെയാണ് പണം ആവശ്യപ്പെടുന്നതെന്നും വിഷ്ണു പറഞ്ഞു. 3 മാസത്തിനകം തുക തരണം, ഇല്ലെങ്കിൽ ദിലീപിന്റെ പേര് വെളിപ്പെടുത്തിയാൽ തനിക്ക് 2 കോടിയോ 2.5 കോടിയോ തരാൻ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകൾ പുറത്ത് തയ്യാറാണെന്നും വിഷ്ണു പറഞ്ഞു. തുടർന്ന് നാദിർഷയും ദിലീപും ചേർന്ന് ഏപ്രിൽ 20-ന് DGP ലോക്നാഥ് ബെഹ്റയ്ക്ക് പരാതി നൽകി. വിഷ്ണു വിളിച്ചത് നാദിർഷ റെക്കോർഡ് ചെയ്തിരുന്നു. ഇത് സഹിതമാണ് പരാതി നൽകിയിരിക്കുന്നത്. ആക്രമിക്കപ്പെട്ട നടിയെ പിന്നീട് ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടുകയെന്ന ലക്ഷ്യത്തോടെ പൾസർ സുനി സ്വന്തം ഇഷ്ടപ്രകാരമാണ് കൃത്യം നടത്തിയതെന്ന് വിഷ്ണു പറഞ്ഞതായി നാദിർഷ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയായ സ്ഥിതിക്ക് ദിലീപിന്റെ പേര് പറയാൻ ചിലർ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും തനിക്ക് പണം നൽകാൻ തയ്യാറുള്ളവരിൽ നടന്മാരും നടിമാരും നിർമ്മാതാക്കളും ഉണ്ടെന്നും വിഷ്ണു നാദിർഷയോട് പറഞ്ഞതായി പരാതിയിൽ പറയുന്നു. അതിനിടെ ജയിലിൽ നിന്ന് പൾസർ സുനി ദിലീപിന് അയച്ച കത്തിന്റെ പകർപ്പ് പുറത്തുവന്നു. വിഷ്ണുവിനെതിരായ പരാതിയിൽ ദിലീപും നാദിർഷയും സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് സുനിയുടെ കത്തിലുമുള്ളത്. ആക്രമിക്കപ്പെട്ട നടിയുടെ ആളുകളും ദിലീപിന്റെ ശത്രുക്കളും തന്നെ വന്നു കാണുന്നുണ്ടെന്ന് കത്തിൽ പറയുന്നു. തന്നെ കൊട്ടേഷൻ ഏൽപ്പിച്ച ആളുടെ പേര് പറയാൻ പലരും നിർബന്ധിക്കുന്നു. തനിക്ക് പണം തന്ന് സഹായിക്കണമെന്നും കത്തിൽ സുനി ദിലീപിനോട് ആവശ്യപ്പെടുന്നു. പൾസർ സുനിയും വിഷ്ണു എന്ന തടവുകാരനും ഒരേ സെല്ലിലാണ് കഴിഞ്ഞിരുന്നതെന്ന് വ്യക്തമായിട്ടുണ്ട്. വിഷ്ണു പിന്നീട് ജയിൽ മോചിതനായി. ദിലീപിന്റെയും നാദിർഷയുടെയും പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.